ഹേ ഗൈസ്, എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് യു നോ മീ, നമ്മളുടെ ഈ ചാനലിൽ ഒരു സിംഗിൾ റിക്വസ്റ്റ് വന്നാൽ പോലും നമ്മൾ ആ വീഡിയോ ചെയ്തിരിക്കും. സോ ഹിയർ ഇറ്റ് ഈസ്. അപ്പോൾ ദിസ് ഇസ് മൈ സ്കിൻ ആഫ്റ്റർ മൈ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ. അപ്പോൾ ഇന്നത്തെ റുട്ടീനിൽ ഞാൻ യൂസ് ചെയ്ത പ്രോഡക്ട്സും ആൻഡ് യൂഷ്വലി ഞാൻ നൈറ്റിൽ യൂസ് ചെയ്യുന്ന എൻ്റെ സ്കിൻ കെയർ പ്രോഡക്ട്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് കീപ്പ് ഓൺ വാച്ചിങ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ടും മോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള എൻ്റെ പ്രോഡക്ട്സ് ആണ് കാണിക്കുന്നത്. ആൻഡ് അതിൽ തന്നെ അഫോർഡബിളും എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉണ്ട്. അപ്പം ഇതാണ് എൻ്റെ ഫേസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. നൈറ്റിൽ ഞാൻ ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും മേക്കപ്പ് റിമൈനിങ് ആയിട്ട് ഉണ്ടാവാറുണ്ട്. ലിപ്സ്റ്റിക് ഒക്കെ പോയിട്ടുണ്ടാവും, ബട്ട് എൻ്റെ മസ്കാര ആൻഡ് ഐലൈനർ ഒക്കെ ഇൻടാക്റ്റ് ആയിരിക്കും. സോ അത് റിമൂവ് ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും യൂഷ്വലി ഡബിൾ ക്ലെൻസ് ആണ് ചെയ്യുന്നത്. ആൻഡ് ഡബിൾ ക്ലെൻസിന് ഞാൻ യൂസ് ചെയ്യുന്ന ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ക്ലെൻസിങ് ബാം ആണ് ഫ്രം ദ ബ്രാൻഡ് പ്ലം. ആക്ച്വലി ദിസ് ഇസ് മൈ സെക്കൻഡ് ബോട്ടിൽ. വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള കൺസീലർ, മസ്കാര, ഐലൈനർ, ലിപ്സ്റ്റിക് എല്ലാം എനിക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ ഈ ഒരു ക്ലെൻസിങ് ബാം വെച്ച് പറ്റാറുണ്ട്. ഇനീഷ്യലി ഒക്കെ ഞാൻ ഗാർണിയറിൻ്റെ മിസല വാട്ടർ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് അതിന് എപ്പോഴും ഒരു അഡീഷണൽ കോട്ടൺ പാഡ് നമ്മുടെ കയ്യിൽ ഓൾവേസ് ഉണ്ടാവണം. അതുകൊണ്ട് എനിക്കത് അത്ര കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയില്ല. ബട്ട് ഇൻ ദിസ് കേസ് നമ്മൾക്കൊരു അഡീഷണൽ കോട്ടൺ പാഡിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളുടെ ഫിംഗേഴ്സ് വെച്ച് തന്നെ ഈ ഒരു ക്ലെൻസിങ് ബാം റബ്ബ് ചെയ്ത് നമ്മളുടെ ഫേസിലുള്ള മേക്കപ്പ് കംപ്ലീറ്റ് മെൽറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എനിക്ക് എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ ഒരു തെറാപ്പി പോലെയാണ്. ഞാൻ അതിന് അഡിക്വേറ്റ് ടൈം എടുത്തിട്ടാണ് എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ ചെയ്യാറ്. സോ അതിനുള്ള റിസൾട്ട് എനിക്ക് കിട്ടാറുമുണ്ട്. മിനിമം ഒരു 60 സെക്കൻഡ്സ് എങ്കിലും എൻ്റെ ഫേസിൽ ഈ ഒരു ക്ലെൻസിങ് ബാം ഞാൻ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട്. സോ ദാറ്റ് എൻ്റെ മേക്കപ്പ് കംപ്ലീറ്റ് ഇൻക്ലൂഡിങ് വാട്ടർ പ്രൂഫ് മേക്കപ്പ് മെൽറ്റായിട്ട് കിട്ടും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മളുടെ സെക്കൻഡ് ക്ലെൻസിങ്, അതായത് നമ്മളുടെ ഡബിൾ ക്ലെൻസിങ്ങിലെ ഫസ്റ്റ് ക്ലെൻസിങ് ഇസ് യൂസിങ് എ ക്ലെൻസിങ് ബാം ആൻഡ് സെക്കൻഡ് ക്ലെൻസിങ് ഇസ് യൂസിങ് എ ഫേസ് വാഷ്. സോ സെക്കൻഡ് ക്ലെൻസിങ്ങിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ കറണ്ട് ഫേവറേറ്റ് ഫേസ് വാഷ് ഫ്രം ദ ബ്രാൻഡ് ഡോട്ട് ആൻഡ് കീ. ദിസ് ഇസ് ദെയർ ബാരിയർ റിപ്പയർ ഹൈഡ്രേറ്റിംഗ് ഫേസ് വാഷ്. ഇതൊരു സൂപ്പർ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു ജെൻറ്റിൽ ഫേസ് വാഷാണ്. ഇത് കൂടുതലും ഡ്രൈ സ്കിൻ ആൾക്കാർക്കായിരിക്കും സ്യൂട്ട് ആവുന്നുണ്ടാവുക. ബട്ട് ഞാനൊരു ഓയിലി കോമ്പിനേഷൻ സ്കിന്നുള്ള ആളാണെങ്കിലും ഈ ഒരു ഫേസ് വാഷ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഡബിൾ ക്ലെൻസിങ്ങിലെ ഈ ഒരു ക്ലെൻസിങ് സ്റ്റെപ്പ് കഴിയുമ്പോഴേക്കും ഫേസിലുള്ള ഡേർട്ട് ആൻഡ് മേക്കപ്പ് എല്ലാം കംപ്ലീറ്റ്ലി റിമൂവ്ഡ് ആവും. ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്നത് 60 സെക്കൻഡ് റൂളാണ്. വിച്ച് മീൻസ് ഞാൻ എൻ്റെ ഫേസ് ഒരു 60 സെക്കൻഡ്സ് എങ്കിലും മസാജ് ചെയ്യും ഈ ഒരു ഫേസ് വാഷ് വെച്ചിട്ട്. ആഫ്റ്റർ ഫേസ് വാഷ് ഫേസ് ഒന്ന് പാറ്റ് ഡ്രൈ ചെയ്യും. ദെൻ മൂവിങ് ഓൺ ടു ദ ഫസ്റ്റ് ഫേസ് ടോണർ. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ പ്ലമ്മിൻ്റെ ബൾഗേറിയൻ വാലി റോസ് വാട്ടർ ടോണർ വിത്ത് ഹൈലറോണിക് ആസിഡ്. ഇതൊരു ഫ്രേഗ്രൻസ് ഫ്രീ ടോണറാണ് ആൻഡ് ദിസ് ഇസ് എ വെരി ജെൻറ്റിൽ ടോണർ. പിന്നെ സ്പ്രേ ബോട്ടിൽ ആയതുകൊണ്ട് ആപ്ലിക്കേഷനും ഈസിയാണ്. ദിസ് ഇസ് മൈ സെക്കൻഡ് ബോട്ടിൽ. ആക്ച്വലി എനിക്കൊരു ഡിഫറെൻറ്റ് ടോണർ ട്രൈ ചെയ്യണം എന്നുണ്ട്. ആൻഡ് ഇഫ് യു ഹാവ് എനി ഗുഡ് സജഷൻ പ്ലീസ് കമൻറ്റ് ഡൗൺ. ഇതൊരു റോസ് വാട്ടർ ടോണർ ആയതുകൊണ്ട് ഓയിലി, ആക്നെ പ്രോൺ, സെൻസിറ്റീവ് സ്കിന്നിനൊക്കെ സ്യൂട്ടബിൾ ആയിരിക്കും. ഓരോ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും ആ ഒരു പ്രോഡക്റ്റ് ഫേസിലേക്ക് ഫുള്ളി അബ്സോർബ് ആവുന്നവരെ ജെൻ്റ്ലി മസാജ് ചെയ്ത് കൊടുക്കണം. ആൻഡ് ഇൻ ബിറ്റ്വീൻ ഈച്ച് പ്രോഡക്റ്റ് ഫ്യൂ സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യണം. ഈ ഒരു പ്രോഡക്റ്റ് എൻ്റെ സ്കിൻ കെയർ ജേർണിയിലേക്ക് ഒരു റീസെൻ്റ്ലി ആഡ് ചെയ്തൊരു പ്രോഡക്റ്റാണ്. ആൻഡ് ദിസ് ഇസ് എ വൈറ്റമിൻ സി സിറം ഫ്രം ദ ബ്രാൻഡ് ക്ലെയേഴ്സ്. ദിസ് ഇസ് എൻ എഫക്റ്റീവ് ബട്ട് എക്സ്പെൻസീവ് പ്രോഡക്റ്റ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തത് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒക്കെ വീഡിയോസ് കണ്ടിട്ടാണ്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ബോട്ടിലിൽ ഫ്രഷ്ലി ജ്യൂസ്ഡ് വൈറ്റമിൻ ഡ്രോപ്പ് എന്നാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് പ്യുവർ വൈറ്റമിൻ സി, സെൻറ്റല്ല ഏഷ്യാറ്റിക്ക എക്സ്ട്രാക്ട്സ്, ഹൈബ്രിഡ് സ്റ്റെബിലൈസ്ഡ് ടെക്നോളജി ആണെന്നാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തേക്കുന്നത്. ആൻഡ് ഐ തിങ്ക് ദിസ് ഇസ് എ വെരി കോൺസെൻട്രേറ്റഡ് വൈറ്റമിൻ സി സിറം. കാരണം ഞാനിത് അപ്ലൈ ചെയ്യുന്ന ഇനീഷ്യലി എനിക്ക് ഈ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്ത സമയത്ത് ചെറിയൊരു ബേണിംഗ് സെൻസേഷൻ, സ്ലൈറ്റ്ലി ഒരു ടിംഗ്ലിംഗ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. യൂഷ്വലി ഞാൻ യൂസ് ചെയ്തിട്ടുള്ള സിറംസ് ഒന്നും എനിക്ക് ആ ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ ഉണ്ടാക്കിയിട്ടില്ല. സോ ഐ തിങ്ക് ദിസ് ഇസ് എ പോട്ടൻറ്റ് സിറം. ഈ ഒരു സിറം അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് അപ്ലൈ ചെയ്ത ഉടനെ തന്നെ ഫേസിലൊരു ഗ്ലോ അല്ലെങ്കിൽ ഒരു ഷൈനിങ് വന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. ആസ് യു ക്യാൻ ഓൾറെഡി സീ, ഞാൻ സിറം അപ്ലൈ ചെയ്ത സൈഡ് മാത്രം കുറച്ചുകൂടെ ഒരു ഗ്ലോ ഉണ്ട്, ഒരു ഷൈനിങ് ഉണ്ട് കമ്പയർഡ് ടു ദ അതർ സൈഡ്.
ഞാൻ മൾട്ടിപ്പിൾ സെറംസ് ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ മാറി മാറിയാണ് യൂസ് ചെയ്യാറ്. ചില ദിവസങ്ങളിൽ ഞാൻ നൈസിനമൈഡ് സെറമാണ് യൂസ് ചെയ്യാറ്, ചില ദിവസങ്ങളിൽ വൈറ്റമിൻ സി സെറം. ആൻഡ് ഇത് രണ്ടും യൂസ് ചെയ്യാത്ത ദിവസങ്ങളിൽ ഞാൻ റെറ്റിനോൾ സെറം ക്രീമാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റ്സും ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ്സ് ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ മാറി മാറി യൂസ് ചെയ്യും. അപ്പോൾ ഈ ഒരു റെറ്റിനോൾ സെറം ക്രീമിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സെറം കംപ്ലീറ്റ് എൻ്റെ ഫേസിൽ അബ്സോർബ് ആയതിന് ശേഷം ഐ വിൽ ടോപ്പ് ഇറ്റ് ഓഫ് വിത്ത് എ മോയ്സ്ചറൈസർ. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ എപ്പോഴും നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളതാണ് ചൂസ് ചെയ്യാറ്. സെറാമൈഡ്സ്, പെപ്റ്റൈഡ്സ് ഇതൊക്കെ ഉള്ള ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ടാണ് ഞാൻ എപ്പോഴും മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യാറ്. കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസേഴ്സ് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം. ആൻഡ് ഈ 3 മോയ്സ്ചറൈസേഴ്സും ആൾട്ടർനേറ്റീവ് ഡേയ്സിലായിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്ത എല്ലാ പ്രോഡക്റ്റ്സും നിങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നില്ല. നിങ്ങളുടെ സ്കിൻ കൺസേണിനനുസരിച്ച് പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്യുക. നിങ്ങളുടെ ബഡ്ജറ്റിൽ ഫിറ്റ് ആകുന്ന ഇഫക്റ്റീവ് ആയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്താലും നല്ലൊരു നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. നല്ലൊരു നൈറ്റ് സ്കിൻ കെയർ റുട്ടീനാണ് നെക്സ്റ്റ് മോർണിംഗ് ഹൈഡ്രേറ്റഡ്, സോഫ്റ്റ് ആൻഡ് സപ്പിൾ സ്കിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. കുറച്ച് പേരൊക്കെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്, ഒരുപാട് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിമ്പിൾസും ഇറിറ്റേഷനും വരില്ലേ എന്ന്. അപ്പോൾ എൻ്റെ കേസിൽ ഞാൻ ആക്ച്വലി എൻ്റെ സ്കിൻ കൺസേൺ നോക്കിയിട്ടാണ് പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്യാറ്. അതേപോലെ തന്നെ ഒരു സിംഗിൾ ഡേയിൽ എല്ലാ പ്രോഡക്റ്റ്സും ഞാൻ അപ്ലൈ ചെയ്യാറില്ല. ഞാൻ ഒരു സിറം മാത്രമേ ഒരു ഡേയിൽ യൂസ് ചെയ്യുള്ളൂ. അതേപോലെ തന്നെ ആ സിറത്തിൻ്റെ കൂടെ തന്നെ ടോപ്പ് ഇറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്ന മോയ്സ്ചറൈസർ ആയിരിക്കും അന്ന് യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എൻ്റെ പ്രോഡക്റ്റ്സ് എല്ലാം ഞാൻ ഓരോ ഡേയിലേക്ക് സോർട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ മൺഡേ ഏതൊക്കെ പ്രോഡക്റ്റ്സാണ് യൂസ് ചെയ്യേണ്ടത്, ട്യൂസ്ഡേ ഏതൊക്കെ പ്രോഡക്റ്റ്സാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഓൾറെഡി ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ അതിനനുസരിച്ചാണ് ഞാൻ എൻ്റെ സ്കിൻ കെയർ ഫോളോ ചെയ്യാറ്. നമ്മളുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റ്സും നമ്മളുടെ നെക്കിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യണമെന്നാണ്. ബിക്കോസ് നമ്മളുടെ ഏജിങ് കൂടുതൽ വിസിബിൾ ആവുന്നത് നെക്കിലായിരിക്കും. സോ എപ്പോഴും നമ്മളുടെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് നെക്കിലേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കണം. സ്കിൻ കെയർ ഇസ് ഇൻകംപ്ലീറ്റ് വിത്തൗട്ട് എ ലിപ് ബാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലെനേജിൻ്റെ ലിപ് സ്ലീപ്പിംഗ് മാസ്ക് ആണ്. ഓൾമോസ്റ്റ് 2 ഇയേഴ്സായിട്ട് ഞാൻ ഈ ഒരു ലിപ് സ്ലീപ്പിംഗ് മാസ്ക് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് വിൽ ഹൈഡ്രേറ്റ് മൈ ലിപ്സ് ലൈക്ക് നോബഡീസ് ബിസിനസ്. ഇതിനേക്കാൾ അഫോർഡബിൾ ആയിട്ടുള്ള ലിപ് ബാംസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിവിയ ബ്രാൻഡിൻ്റെ ഒറിജിനൽ ബ്ലൂ കളറിലുള്ള ലിപ് ബാം, ദാറ്റ് വൺ ഈസ് റിയലി ഗുഡ്. സോ അതും ഒരു ഹൈഡ്രേറ്റിംഗ് ലിപ് ബാം ആണ്. സോ അത് യൂസ് ചെയ്താലും നിങ്ങൾക്കൊരു ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള പ്ലംപ് ആയിട്ടുള്ള ലിപ്പ് നെക്സ്റ്റ് മോർണിംഗിൽ കിട്ടും. സോ ദിസ് ഇസ് ഇറ്റ്. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് ഞാൻ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാറ്. സോ നിങ്ങളുടെ സ്കിൻ കെയർ കൺസേൺ അനുസരിച്ച് മാത്രം പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കുക. എനിക്ക് ക്ലിയർ ചെയ്ത് തരാൻ പറ്റുന്ന ഡൗട്ട്സ് ആണെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി റിപ്ലൈ ടു യു. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഇവിടെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. സോ ഇൻസ്റ്റാഗ്രാം ത്രൂ DM വഴിയോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് വേണമെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാം. ഐ വിൽ റിപ്ലൈ ടു യു. അപ്പോൾ thank you for watching. Do like, subscribe and comment down for more such videos. Bye.